ഹായ്, അണ്ടർഡോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അണ്ടർഡോഗ് എന്നുള്ള പേര് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ബാക്കിലാണ് എപ്പോഴും ഞാൻ. അപ്പോൾ എൻ്റെ ലൈഫ് വെച്ചിട്ട് ഞാനൊരു പേര് നോക്കിയതാണ്. ലൈഫ് വെച്ചിട്ട് ഒരു പേര് നോക്കിയപ്പം എൻ്റെ ലൈഫും എൻ്റെ ആ ഒരു സാഹചര്യവും ഒക്കെ വെച്ചൊരു പേര് നോക്കിയപ്പം എനിക്ക് കിട്ടിയ ഒരു പേരാണ് അണ്ടർഡോഗ്. അണ്ടർഡോഗ് എന്ന് വെച്ചാൽ ഏറ്റവും ബാക്കിൽ നിന്ന് എങ്ങനെയും ഫ്രണ്ടിലെത്തും എന്നുള്ളൊരു വിശ്വാസമല്ല, പരിശ്രമത്തിൻ്റെ ഒടുവിൽ എല്ലാം നേടിയെടുക്കുന്ന ഒരാൾ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ പേരൊക്കെ ഇട്ടത്. അപ്പോൾ എൻ്റെ ജീവിതവും എൻ്റെ യാത്രയും ഇവിടുന്ന് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായാൽ അത്രയും നല്ലത്. വേറൊന്നും ഇപ്പോൾ പറയാനില്ല. ഞാനാണെങ്കിൽ ജീവിതം ഇങ്ങനെ ഒരു കരക്കെത്തിക്കാൻ വേണ്ടിയിട്ട് ആണ്. പോലീസിനെ കണ്ടു, കരക്കെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നോക്കി നടക്കുന്നത്. എന്താവുമെന്നൊരു പിടിയില്ല. ഇതുവരെ ഒരു 4 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പ്ലസ് ഞാൻ പഠിക്കാത്ത ഒരു ഫീൽഡായ നമ്മുടെ എയർലൈൻസിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതും അറ്റൻഡ് ചെയ്തു. സാറ്റ്സിൻ്റെ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വൻ ശോകമായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തെ നല്ല ആളായി, അവർ റെസ്യൂം വാങ്ങിച്ച് വിട്ടതല്ലാതെ അവരൊന്നും ചെയ്തില്ല. അങ്ങനെയാണ് ഞാൻ ഷോറൂമിലോതോറും കയറി ഇറങ്ങി റെസ്യൂമൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലായിടത്തുനിന്നും വിളിക്കാമെന്നല്ലാതെ വേറൊന്നും പറയുന്നില്ല. ഒരു 2-3 വർഷമായിട്ട് ഞാൻ ഇവിടെ ജോലിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട്, അതുവരെ ഞാൻ ജോലിക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന. പിന്നെ എൻ്റെ ഒരു തെറ്റായ തീരുമാനത്തിൻ്റെ പുറത്താണ് 3 വർഷമായിട്ടിങ്ങനെ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്നത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ആ കഥ. ഇതിപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതും പിന്നെ ഏതെങ്കിലും ജോലിക്ക് കയറുന്നതും കുറച്ച് കടമുണ്ട്. കടമെന്ന് വെച്ചാൽ ഒരു 10-20 ലക്ഷം രൂപ കടമായിട്ട് വരും. 20 ലക്ഷം അതെങ്ങനെയും അടയ്ക്കണം. എങ്ങനെയും അത് അടച്ചില്ലെങ്കിൽ ഞാൻ ഇല്ലാതായി പോകും. വീട്ടുകാരുടെ മുന്നിലും കൂട്ടുകാരുടെ മുന്നിലുമൊക്കെ ഞാനൊരു തോൽവിയായി പോകും. അതുകൊണ്ട് അതെങ്ങനെയും എടുത്ത് കൊടുക്കണം. വീട് പണയം വെച്ചാണ് എടുത്തത് ഈ ലോണൊക്കെ ആയിട്ട്. ഒരു വൻ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. പക്ഷെ നടന്നില്ല. അതിനിടയ്ക്കൊരു പണിയൊക്കെ കിട്ടി. ഇപ്പോൾ നാട്ടിൽ വന്ന് നിൽക്കുക. ഞാൻ വേറൊരു വിദേശ രാജ്യത്തായിരുന്നു. അവിടെ നിന്നൊക്കെ ഇനി പോകുന്നു ഒരു പണി കിട്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ആ കട എങ്ങനെയും തീർക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും തീരുമായിരിക്കും, എങ്ങനെയെങ്കിലും തീർക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചത്. എങ്ങനെയും ആ 10-20 ലക്ഷം രൂപ ഉള്ള കടം എങ്ങനെയും തീർക്കണം. അതിനാണ് ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നത്. അതിനാണ് ഞാൻ ഈ ഒരു ചാനൽ തന്നെ തുടങ്ങുന്നതിൻ്റെ ഒരു മെയിൻ കാരണം. അതാണ് നമ്മളെങ്ങനെയും രക്ഷപ്പെടണമല്ലോ. എൻ്റെ ഒരു കഴപ്പിൻ്റെ പുറത്ത് മാത്രമാണ് എനിക്ക് ഇത്രയും ഒരു കടം വരാൻ കാരണം. ഞാൻ നല്ല പോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ലൈഫിനെ മാറ്റിമറിച്ചൊരു തീരുമാനം. ആ ഒരൊറ്റ തീരുമാനത്തിൽ എൻ്റെ ലൈഫ് ഒരു മീഡിയം ലെവലിൽ നിന്ന ലൈഫ് ഏറ്റവും അടിയിലോട്ട് പോയി. ഏറ്റവും അടിയിലായി ഞാൻ. അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കണം. അതുവരെ എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അതങ്ങനെ ഇരിക്കട്ടെ. അത് എല്ലാം തീരുമ്പം എല്ലാവർക്കും ഞാൻ എൻ്റെ മുഖം റിവീൽ ചെയ്യാം. എൻ്റെ ആ വീട്ടുകാർക്കോ എൻ്റെ കൂട്ടുകാർക്കോ ഒന്നും അറിയില്ല ഞാൻ ഇങ്ങനൊരു ചാനൽ തുടങ്ങിയെന്നോ ഒന്നും. അതുകൊണ്ട് ഞാനങ്ങനെ ഈ അയച്ചു കൊടുത്ത് കാണുന്ന പരിപാടിയൊന്നുമില്ല. അയച്ചു കൊടുത്തിട്ട് ഒരാളെ പുതിയ ചാനൽ തുടങ്ങുമ്പോൾ അയാളെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അയച്ചു കൊടുക്കുക, കാണുക, റീച്ച് ചെയ്യുക, സബ്സ്ക്രൈബേഴ്സ് കൂടുക എന്നൊക്കെയല്ലേ. എനിക്കങ്ങനൊന്നുമില്ല. ഞാൻ ഒന്നീന്ന് തുടങ്ങുക.
ഒന്നീന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇതുവരെ എനിക്കൊരു സബ്സ്ക്രൈബേഴ്സും ആയിട്ടില്ല. ഞാൻ നേരത്തെ 2-3 വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, 1-2 സിനിമയുടെ റിവ്യൂ ഒക്കെ. ഞാൻ പിന്നൊന്നും പിന്നെ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോസാക്കി ഇടാമെന്ന്. അതൊക്കെ ഷോർട്സായിട്ട് വീഡിയോ ഇട്ടതാണ്. അതും വലിയ വ്യൂസൊന്നും ഇല്ലായിരുന്നു അതിന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഒരു 4 ഇൻ്റർവ്യൂ കഴിഞ്ഞു. പോലീസ് വീണ്ടും വന്നു. അപ്പോൾ ഒരു 4 ഇൻ്റർവ്യൂ ഇതുവരെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഇൻ്റർവ്യൂവിന് പോകണം. അടുത്ത ഇൻ്റർവ്യൂവിന് പോയിട്ട് ആ ഒരു സംഭവം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ അതുവരെ ബൈ. ഓക്കെ.